ചിറയൻകീഴ് വക്കത്ത് 4 പേർ ഒരു കുടുംബത്തിൽ മരിച്ച സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സത്യം ഏത് പാത്രത്തിൽ മൂടിവെച്ചാലും അല്ലെങ്കിൽ സത്യത്തെ ഏത് പാത്രം കൊണ്ട് മൂടിവെച്ചാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അനിൽകുമാർ, ഷീജ, അശ്വിൻ, ആകാശ് എന്നിവരാണ് മരിച്ചത്. അനിൽകുമാർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. ഷീജ സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. അശ്വിൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റും ആറ്റിങ്ങൽ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. അതുപോലെ ആകാശും DYFI അംഗവും SFI അംഗവുമായിരുന്നു. അങ്ങനെ ഒരു CPM കുടുംബം ഒന്നടങ്കം ഇങ്ങനെ ആത്മഹത്യ, ഒരു കയർക്കുരുക്കിൽ ജീവൻ ഒടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ കാരണം വേണം. എന്തോ കടബാധ്യതയുടെ പേരിൽ അവർ ഒരു തുണ്ട് കയറിൽ ജീവൻ ഒടുക്കി എന്നാണ് പുറത്തു വന്ന വിവരം. അവിടെ സംശയങ്ങൾ പുകയുന്നുണ്ട്. ബന്ധുക്കളും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് സത്യം കണ്ടെത്തണമെന്ന്. ഞാൻ ഇക്കാര്യം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടെന്ന്. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന മറ്റു ചില സംഭവങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 2 ദുരൂഹ മരണങ്ങൾ കൂടി ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഒന്നൊരു ജയപാലൻ, അദ്ദേഹവും അവിടെ അക്കൗണ്ടന്റ് ആയിരുന്നു. ജയപാലൻ അദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കി എന്നാണ് അറിയുന്നത്. ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പിന്നെ ഒന്ന് സൈനുലാബ്ദീൻ, അദ്ദേഹം ബാങ്ക് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഒരു അസ്വാഭാവിക മരണമായിരുന്നു. ജയപാലൻ മരിക്കുന്നത് ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തുവെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷിച്ചു പോയപ്പോൾ ജയപാലൻ മുക്കുപണ്ടം പണയം വെച്ച് ജയപാലൻ്റെ സ്വന്തം ആവശ്യത്തിനായിരുന്നില്ല, ബാങ്കിലെ ഭരണസമിതിയിലെ ചിലർക്ക് വേണ്ടിയായിരുന്നു മുക്കുപണ്ടം പണയം വെച്ച് പൈസ എടുത്തു കൊടുത്തത്. അതിന് പൈസ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ ജയപാലൻ പ്രതിയാകും എന്ന് ഉറപ്പ് വന്നപ്പോൾ ജയപാലനെ നിക്കക്കള്ളിയില്ലാതെ വന്നു, നാണക്കേട് സഹിക്കവയ്യാതെ വന്ന് മരണത്തിൽ അഭയം പ്രാപിച്ചു എന്ന് വന്നു. ആ അന്വേഷണം എങ്ങുമെത്തിയില്ല, ജയപാലൻ മരിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ടത് ജയപാലൻ്റെ കുടുംബത്തിന്. അന്വേഷണം എങ്ങുമെത്തിയില്ല. നിങ്ങൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ജയപാലൻ, അതുപോലെ സൈനുലാബ്ദീൻ പ്രസിഡന്റായിരുന്നു, അതായത് ബാങ്കിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസ്വാഭാവിക മരണം, ഇതിനും അന്വേഷണം വേണമെന്ന് ഭയങ്കര മുറവിളിയായിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങുമെത്താതെ ആ കേസും അവസാനിച്ചു. 2 മരണങ്ങൾ കിടക്കുന്നു ഫാർമേഴ്സ് ബാങ്കിനെ ചുറ്റിപ്പറ്റി. അതിനുശേഷമാണ് ഈ കൂട്ടമരണം അതേ ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാലാകാലങ്ങളായി CPM ആണ് ഈ ബാങ്ക് ഭരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. CPMൻ്റെ ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. അപ്പോൾ ആരോപണം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ CPM എന്ന വലിയ പാർട്ടിയിലേക്കാണ്. ഒരുപക്ഷെ കരുവന്നൂരും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയനാട് MN വിജയൻ എന്ന കോൺഗ്രസ് നേതാവിന് പറ്റിയതുപോലെ കരുവന്നൂർ CPM പ്രതിചേർക്കപ്പെട്ടതുപോലെ വലിയ വിവാദങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ സംഭവമായി മാറാവുന്ന കേസാണ് വക്കത്തും നടന്നിട്ടുള്ളത്. പോലീസ് കൃത്യമായി അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെയെങ്കിൽ വെറും ആരോപണം മാത്രമാകാം. ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ വന്ന് CPMനെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെയോ കരിനിഴലിൽ നിർത്തുന്നതാകാം. ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാനും പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം വേണം. ഈ നാട്ടുകാർ ചോദിക്കുന്നത്, ബന്ധുക്കൾ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്. ഇത്രയും ദിവസമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അതിലെ വിവരങ്ങൾ, ശരിയായ വിവരങ്ങൾ, ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല? ഇവിടെ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ബന്ധുക്കളോടെങ്കിലും പറയേണ്ടതല്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ നിന്ന് കണ്ടെത്തിയ ഡയറി, ആ ഡയറിയിലെ വിവരങ്ങൾ ഇനി പുറത്തു വരുമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം അതിലെന്തെങ്കിലും സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അത് ഉറപ്പാണല്ലോ. അതൊക്കെ ഇതിനകം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കാനും ഉള്ള സാധ്യത ഉണ്ട്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇനി ഫോറൻസിക് ഉണ്ട്, ഇനി അതിനപ്പുറം വലിയ ഏജൻസികളുണ്ട്. ഇതിൻ്റെ പിന്നാലെ ആളുകൾ പോകാനുണ്ടെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഒരു മുറിക്കുള്ളിലിരുന്ന് നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടേഴ്സിനെ അവിടെ പറഞ്ഞു വിടുന്നു, രഹസ്യമായി അന്വേഷിക്കുന്നു, പരസ്യമായ ആരെങ്കിലും രംഗത്ത് വരുന്നെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസ് എടുക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പോലീസ് ചെയ്യേണ്ട ജോലിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഞങ്ങൾ അന്വേഷിച്ച് ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളെ വിളിച്ച് തരുന്ന ഇൻഫർമേഷനോ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനേ കഴിയുകയുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്.
അല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതേ പറയാൻ, ബാക്കി ഇനി അന്വേഷണ ഏജൻസികൾ വരണം, അവിടെ ബന്ധുക്കൾ മുന്നോട്ട് പോകണം, നാട്ടുകാർ മുന്നോട്ട് പോകണം, ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അന്വേഷണത്തിലൂടെ ഇതൊരു മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ആക്ഷൻ കൗൺസിലൊക്കെ ശക്തമായി ഇടപെടണം. ഏതായാലും ഇവിടെ ആ ഡയറിയിലെ ഉള്ളടക്കം എന്താണെന്ന് പുറത്തു വരേണ്ടതുണ്ട്. ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ആ ഡയറിയിലെ ഉള്ളടക്കം പുറത്തു വരണം, ആത്മഹത്യാക്കുറിപ്പിലെ ഉള്ളടക്കം പുറത്തു വരണം. അതുപോലെ മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം പറയാൻ വരുന്നത് ഇതാണ്. നമ്മൾ ഇതുവരെ അറിഞ്ഞത്, അന്ന് അമ്പലത്തിന് മുന്നിൽ അനിൽകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു ഒരു വലിയ വാർത്ത നാളെ നിങ്ങളെ തേടിയെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയതെന്ന്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അന്ന് അതായത് ഈ മരണം നടക്കുന്നതിന് തലേ രാത്രി 4 അംഗ സംഘം ആ വീട്ടിൽ വന്നിരുന്നു. 4 അംഗ സംഘം അനിൽകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു. നിങ്ങൾ അറിഞ്ഞോ അത്? 4 അംഗ സംഘം അനിൽകുമാറിന്റെ വീട്ടിൽ വന്ന് അനിൽകുമാറുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് പോലീസ് അവരെ ചോദ്യം ചെയ്തില്ല? ഇതുവരെ അവരാരാണെന്ന് കണ്ടെത്തിയില്ല. അവർ ആരായിരുന്നു? എന്തിനാണ് അനിൽകുമാറുമായി അവർ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്? അല്ല, അനിൽകുമാറിൻ്റെ ഭാര്യയെ, അന്ന് ഫാർമേഴ്സ് ബാങ്കിലേക്ക് അനിൽകുമാറിൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തിയിരുന്നുവല്ലോ, അനിൽകുമാറിൻ്റെ ഭാര്യയിൽ നിന്നും മൊഴിയെടുത്തിരുന്നുവല്ലോ. എന്തിനായിരുന്നു ആ മൊഴിയെടുക്കൽ നടപടി? അതെന്തേ പുറത്ത് വിടാത്തത്? എന്തിനാണ് ഫാർമേഴ്സ് ബാങ്ക് ഇതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്നത്? ഇതൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ തന്നെ ദുരൂഹതകൾ പകുതി തീരുമല്ലോ. ഇതിനകത്ത് ഇത്ര രൂപയാണ് അനിൽകുമാർ തരാനുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് മൊഴിയെടുത്തത്. ഇത്രയും വലിയ കടമുണ്ടായിരുന്നു അനിൽകുമാറിന്, അനിൽകുമാർ തന്നെയാണ് ഈ പൈസ എടുത്തത്, മറ്റാർക്കും വേണ്ടിയല്ല എടുത്തിട്ടുള്ളത് എന്ന് ബാങ്ക് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. വെറുതെ എന്തിനാണ് മറ്റുള്ള ആളുകളെ പഴിചാരുന്നത്? മറ്റുള്ള വ്യക്തികളെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ കരിനിഴലിൽ നിർത്തുന്നത് എന്തിനാണ്? നേരിട്ട് പറയാമല്ലോ, അവർ പറയണം. അപ്പോൾ എന്തിനാണ് ഭാര്യയുടെ മൊഴിയെടുത്തത്? എന്തിനാണ് ഈ 4 പേർ, ആരാണ് അജ്ഞാതരായ 4 പേർ ആരായിരുന്നു? അവർ വന്ന് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് എന്തിനായിരുന്നു? അതിനെ തുടർന്നായിരിക്കണമല്ലോ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വരുന്നത്, പെട്ടെന്നുള്ള ഈ കയർക്കുരുക്കിൻ്റെ തീരുമാനമൊക്കെ വരുന്നത്. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4:30 അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ ആക്ഷൻ കൗൺസിൽ ചേരുന്നുണ്ട്. ആക്ഷൻ കൗൺസിൽ ചേർന്ന് അവർ ആവശ്യപ്പെടും ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ മരണം നടക്കുന്ന ദിവസം കടക്കാവൂർ SHO എവിടെ പോയിരുന്നു? കടക്കാവൂർ SHO അല്ലേ അവിടെ അന്വേഷിക്കേണ്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു പകരം അഞ്ചുതെങ്ങ് SHOയാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. കടക്കാവൂർ SHO വരേണ്ട ഇടത്ത് ഇത്രയും വലിയൊരു സംഭവം, വലിയൊരു ദുരന്തം സംഭവിക്കുന്നു. അവിടെ കടക്കാവൂർ SHO വരേണ്ട ഇടത്ത് കടക്കാവൂർ SHO വരുന്നില്ല. കടക്കാവൂർ SHO വരാതെ അഞ്ചുതെങ്ങ് SHOയാണ് വന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വം ഒരു അനാസ്ഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വക്കം ചിറയിൻകീഴ് വക്കത്ത് നടന്ന അനിൽകുമാറിൻ്റെ വീട്ടിൽ നടന്ന ഈ ദാരുണ സംഭവത്തിൽ ആദ്യം മുതലേ എന്തൊക്കെയോ പ്രീ പ്ലാനിങ് നടന്നതുപോലെയുണ്ട്. ഇവിടെ എന്തോ നടക്കാൻ പോകുന്നു എന്ന സൂചന. 4 പേർ വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. പിന്നെ ഈ ഡയറിയിലെ സൂചനകൾ ഇതുവരെ പുറത്തു വരാത്തത്, ആത്മഹത്യാക്കുറിപ്പിൽ എന്താണെന്ന് പരസ്യപ്പെടുത്താത്തത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറാത്തത്, അതിലെ വിവരങ്ങൾ പുറത്തുവിടാത്തത്, പിന്നെന്താണ് ബാങ്കുകാർ ഇതുവരെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്, എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവന അവർ നടത്താതിരിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടുമ്പോൾ തന്നെ ആ ബാങ്കുമായി ചുറ്റിപ്പറ്റി മുമ്പ് നടന്ന 2 ദുരൂഹ മരണങ്ങളും, ഇതിനൊക്കെ ഉത്തരം പോലീസ് കണ്ടെത്തിയേ മതിയാകൂ. ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്.